എയർ ഇന്ത്യയുടെ എപ്പിസോഡിൽ അവസാനിച്ചതാണ്. അങ്ങനെ 16 ജൂണിന് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. സോ എവ്രി വൺ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ആൻഡ് നിങ്ങൾ സ്റ്റാർട്ടിങ് തന്ന സപ്പോർട്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു 16 ജൂണിന് ശേഷം 16 ജൂലൈ, 16 ഓഗസ്റ്റ്, 16 സെപ്റ്റംബർ ആൻഡ് ഐ എം നോട്ട് ടേക്കിംഗ് ടു 16 ഒക്ടോബർ. കാരണം this is something which I started with passion. This is something which I started with love towards this thing. And yes, I want to continue. ഇതിന് ഒരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ, ഐ മീൻ ഇറ്റ്സ് എ ലോങ് ബ്രേക്ക് ആൻഡ് വിച്ച് ഐ നെവർ വാണ്ടഡ് ടു ടേക്ക്. പക്ഷെ അത് അങ്ങ് പോയി. സീരിയസ്ലി 34 റെക്കോർഡിംഗ് ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് പോഡ്കാസ്റ്റാക്കി എനിക്ക് കൊണ്ടുവരണം. ആൻഡ് ഈ ഒരു 4 മാസം, ഐ മീൻ ഈ ഒരു 4 months, ഒരു 3.5 months പീരിയഡിൽ കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നടന്നു. ആൻഡ് വിച്ച് ഐ വാണ്ടഡ് ടു സേ ഈസ്, ഞാൻ ഒരു ഇൻട്രോ സോങ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കേൾപ്പിക്കണം. സോ അതൊന്ന് കേട്ടിട്ട് വരിക. നിശബ്ദമായ പ്രവാഹത്തിൽ ഓരോ കാഴ്ചയും പറയും കഥകൾ, കുഴിച്ചൊളിക്കുന്ന കരളിന്റെ ശബ്ദം കേൾക്കൂ. ഇത് മസ്താഫിന്റെ വിശേഷം അല്ല, നമ്മളുടെ യാത്രയുടെ വിശേഷം. സലാമും വറഹ്മ, കണ്ണുകളിൽ തുൽക്കാശ സ്വപ്നം പോലെ. എങ്ങനെ ഉണ്ട് ഒന്ന് പറയാം കേട്ടോ. യു ഗൈസ് ക്യാൻ ഗിവ് എ റിപ്ലൈ ഇൻ ടു മൈ ഇൻസ്റ്റാ DMs ആൻഡ് സ്റ്റഫ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ബട്ട് ഐ തിങ്ക് ദിസ് മച്ച് ഇത് പിക്ചർ, ഐ മീൻ പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദിസ് മച്ച് ഇസ് ഇനഫ് ഫോർ നൗ. ആൻഡ് അത് കഴിഞ്ഞ് ഈ 3.5 മാസത്തിനിടയിൽ ഐ ഹാവ് ഗോൺ ബാക്ക് ആൻഡ് ഐ ഹാവ് met my best friend always after 419 days. After 419 days I have met him and എന്താ പറയുക, ലോട്ട് ഓഫ് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഐ ഹാവ് റെക്കോർഡഡ് എ പോഡ്കാസ്റ്റ് വിത്ത് ഹിം ആസ് വെൽ. അത് ഇപ്പോഴും ഈസ് സ്റ്റിൽ ദെയർ ഇൻ മൈ ഡെസ്ക്ടോപ്പ് ടു എഡിറ്റ്. കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയിൽ പരീക്ഷകൾ കടന്നു, അതിൻ്റെ ഇടയിൽ പുതിയ സെമിസ്റ്ററിലോട്ട് കടന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളും. പിന്നെ കബഡി, ഓഫ് കോഴ്സ് കബഡി ഈസ് മൈ അനദർ തിങ് ആഫ്റ്റർ പോഡ്കാസ്റ്റ്, കബഡി. അപ്പോൾ കബഡിയായിട്ട് ഒരു 2 മാസം ശരിക്കും പോയത്. ബിക്കോസ് കബഡി ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ വന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ സമയമെടുക്കും. കാരണം 4 മണിക്ക് കോളേജ് കഴിഞ്ഞാൽ പിന്നെ വന്ന് ഡ്രസ്സും മാറ്റി ചെയ്ത് പോയി 5 മണിക്ക് തുടങ്ങിയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ 8:30-9 മണിയാവും. പിന്നെ കുളിച്ച് റെഡിയായി അന്ന് എന്തെങ്കിലും അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലിലെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ സെറ്റപ്പുകളാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മൈക്ക് സെറ്റപ്പും തുടങ്ങി കേട്ടോ. നമ്മൾ മൈക്കിൻ്റെ സെറ്റപ്പൊക്കെ വാങ്ങിച്ച് ഇതുവരെയും ഞാൻ ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ഞാൻ ഇതുവരെ ഇറക്കിയില്ല എന്നാണ്. ഇറ്റ്സ് എ സാഡ് തിങ് വിച്ച് ഐ ഹാവ്. അതൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്. ബട്ട് ബാങ്ക ആ ഒരു തള്ളച്ചി പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. 2025 ഇൻ്റർനാഷണലി കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25 കുറേ കാര്യങ്ങൾ ഇൻ്റർനാഷണലി ദർ ഇസ് ഗോണ ബി എ ലോട്ട് ഓഫ് ബാഡ് തിങ്സ് ഹാപ്പനിങ്. ആൻഡ് യെസ്, ഐ ഗെസ് പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ കാര്യങ്ങളിലോട്ട് നമ്മൾ കിടക്കണം. എൻ്റെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്കും ആ വ്യൂസിലോട്ട് അഗ്രി ചെയ്യാൻ പറ്റുമോ ഡിസഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇൻ്റർനാഷണലി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് യെസ്, കൺഗ്രാജുലേഷൻ ടു ഇന്ത്യ ഫോർ വിന്നിങ് ദർ ഏഷ്യ കപ്പ്. അപ്പോൾ ആ ഒരു വ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. ആൻഡ് നമ്മൾ ദുബായ് പോയ വിശേഷങ്ങൾ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. സോ ആഫ്റ്റർ 3.5 months, ഐ മീൻ അറൗണ്ട് ക്ലോസ് ടു 4 months. You are listening to Shesham with Masathinu with love. അങ്ങനെ
എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ദുബായി പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉവൈസിനെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഫ്റ്റർ 419 days. സീരിയസ്ലി കലണ്ടർ എടുത്ത് നോക്കി, കലണ്ടറിൽ മറ്റൊന്നും ഐ മീൻ എന്തോ ഒരു വെബ്സൈറ്റിൽ കയറി ഹൗ മച്ച് ഡേയ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ ദിസ് ഡേറ്റ് ആൻഡ് ദിസ് ഡേറ്റ് നോക്കി, അങ്ങനെയാണ് 419 days എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഞാൻ ഇത്ര ദിവസമൊന്നും എണ്ണി പറഞ്ഞതൊന്നുമല്ല. ആൻഡ് അതർ തിങ് ഇസ് ദാറ്റ് ഞാൻ ദുബായിൽ പോയി. ആൻഡ് ഇത്ര വർഷം ഞാൻ കണ്ട ദുബായ് അല്ല ഞാൻ ഇപ്രാവശ്യം ശരിക്കും കണ്ടത്. ഇറ്റ് വാസ് റിയലി സം കൈൻഡ് ഓഫ് തിങ്സ് ഞാൻ ലൈക്ക് ഐ ഗോട്ട് എ ഫീലിംഗ് ഓഫ് റേസിസം ദർ. ബിക്കോസ് ഞാൻ ജുമേറ ബീച്ച് റെസിഡൻസിൽ ഞാനും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ നടന്നു പോവാണ്. സോ ജുമേറ ബീച്ച് റെസിഡൻസ് വേർ മോസ്റ്റ് ഓഫ് ദ ഫോറിൻ പീപ്പിൾ സ്റ്റേ. You mean foreign people? നമ്മളും ഫോറിനാണ്. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് Argentinian, Brazilian, American, all of those people who like they stay there. And ശരിക്കും അവർ നമ്മൾ ഈ പെർഫ്യൂം ഷോപ്പിലുള്ള ആൾക്കാർക്കുണ്ടോ നമ്മളതൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. ലൈക്ക് ഐ വാസ് വാക്കിംഗ് ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ്. ഐ എം നോട്ട് ലൈക്ക് നമ്മളത് ചോദിക്കുന്നില്ല, ബട്ട് ദേ ആർ ആസ്കിങ് ദ പീപ്പിൾ ഹു ആർ വാക്കിംഗ് റൈറ്റ്. ഐ ഫെൽ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എനിക്കറിയില്ല അത് റേസിസമായിട്ട് എടുക്കണോ ഡിസ്ക്രിമിനേഷനായിട്ട് എടുക്കണോ എന്തായിട്ട് എടുക്കണമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ it was something that touched my heart because നമുക്കറിയാം like how Indians, Bangladeshis, Pakistanis, Nepalis, how we are there, because most of the people വിചാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ക്ലിയർലി അറിയാം. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അറിയാം. ഓക്കെ, പിന്നെ പ്രവാസികളുടെ ജീവിതം വേറൊരു കണ്ണിൽ കൂടി കാണാൻ പറ്റിയെന്നൊരു സംഭവം എനിക്കുണ്ടായിട്ടോ. വേറൊരു കണ്ണിൽ കൂടി കാണാൻ പറ്റിയ സംഭവം ഉണ്ട്. അത് വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. പിന്നെ ദുബായെ കണ്ട നമ്മൾ ഈ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്ത് മറ്റേ ഷെയ്ഖ് സായിദ് റോഡിൽ മറ്റേ നിവിൻ പോളി മറ്റേ കണ്ണടച്ചിട്ട് തുറക്കുമ്പോൾ നമ്മളൊരു ദുബായ് കാണൂലേ, മറ്റേ ബുർജ് ഖലീഫ, ട്വിൻ ടവർ, അത് ഇത് ശരിക്കും ദാറ്റ് ഈസ് ദ ദുബായ്. നമ്മൾ പറയുന്ന ദുബായ് അതാണ്. ആൻഡ് ആക്ച്വലി ഐ വെൻറ്റ് ടു ദ ക്രീക്ക് ഹാർബർ, ഐ വെൻറ്റ് ടു ദ ജുമേറ ബീച്ച് റെസിഡൻസ്. ദാറ്റ് ഈസ് ദുബായ്. സീരിയസ്ലി എനിക്ക് അത് ആ ഒരു ഷെയ്ഖ് സായിദ് റോഡ്, ദാറ്റ് ഈസ് ദ ദുബായ്. നമ്മൾ ഈ പറയുന്ന പോലെ ദേർ ആർ ബർ ദുബായ്, ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദുബായ്. പക്ഷെ നമ്മൾ ഈ സിനിമയെ കാണിക്കുന്നതും നമ്മൾ ദുബായെക്കുറിച്ച് പറയുന്ന ആ ഒരു ദുബായ്, ദിസ് ഈസ് ദുബായ് എന്ന് എനിക്ക് ആ ഒരു ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി. ദെൻ ഫുഡ് ഇച്ചിരി കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. സംതിങ് വിച്ച് ഐ ഹവ് നെവർ ഈറ്റൻ. ഫ്രണ്ട്സിനോടൊക്കെ പോയി കഴിച്ചു. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ബീലബാൻ, ഐ ഹവ് ട്രൈഡ് ബീലബാൻ. ഓ മൈ ഗോഡ്, പിസ്റ്റാഷ്യോ ഒക്കെ എമാർക്ക് എന്താ ഇത്ര ഏക്കർ ഫാമുണ്ടോ, പിസ്റ്റാഷ്യോ ഒക്കെ ചുമ്മാ വാരി വെതറിയാണ്. അവസാനം പിസ്റ്റാഷ്യോ കഴിച്ച് മത്തായി അവസ്ഥ എന്ന് ആലോചിക്കേ. ഒരു സ്പൂൺ എടുത്തതിനെ 10 പിസ്റ്റാഷ്യോ ആണ്. അമ്മാതിരി ഇടക്കലാണ് അമ്മാതിരി ഇടുന്നത് കേട്ടോ. പിന്നെ ഞാൻ ദുബായിൽ പോയി, പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ദെൻ മെറ്റ് സം ഓഫ് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഒരു റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ കുറേ. ആൻഡ് എന്താ പറയാനാ, കുറേ നല്ല പുതിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ മറ്റേ കിസീസിൻ്റെ ഭാഗത്തൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഒക്കെ തുടങ്ങി. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് പേര് ഓർമ്മയില്ല, ബട്ട് ദാറ്റ് ഈസ് ദ റെസ്റ്റോറൻറ്റ്. പിന്നെ എന്താ പറയാനാ, അവിടെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ദെൻ ഒരു ലഫ എന്നാണോ, ലഫ അല്ല, വേറെ ഏതോ ഒരു കടയിൽ നിന്ന് ഷവർമ കഴിച്ചു. ദാറ്റ് വാസ് ഓൾസോ വെരി ഗുഡ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റെസ്റ്റോറൻറ്റ്സ്. പിന്നെ ഫുട്ബോൾ ടർഫിൽ ചൂടത്ത് കളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളുടെ ജീവിതം, അതിനെക്കുറിച്ച് നമുക്ക് ഒരു എപ്പിസോഡ് ഇറക്കണം. ബിക്കോസ് അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു POV ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് സെമിസ്റ്റർ തുടങ്ങിയപ്പോൾ അതിനിടയിൽ കുറേ കാര്യങ്ങൾ നടന്നു. ഗോൺ ടു ആൻ മെമ്മറബിൾ ജേണി ഇൻ ദ സെൻസ്, ഒരു എന്താ പറയാനാ, ഒരു ഓഗസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ ആയപ്പം കിഡിലമായിട്ടുള്ള ഒരു ജേണി ആയിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഞാൻ പോയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ജേണി ആൻഡ് ഇറ്റ്സ് എ മെമ്മറബിൾ വൺ ആസ് വെൽ. പിന്നെ അത് കഴിഞ്ഞ് അതിനിടയിൽ കൂട്ടുകാരായിട്ട് ട്രിപ്പ് പോയി. ആൻഡ് ഈ ഒരു ഇയറിലോട്ട് കിടന്നപ്പോൾ വി ആർ എക്സ്പ്ലോറിങ് മോർ ആൻഡ് മോർ റെസ്റ്റോറൻറ്റ്സ് നിയർ അസ്. പിന്നെ ഇത്തിരിയും കൂടി വൈബായിട്ട് പോകണം. പിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു. പിന്നെ കബഡി കളിച്ച് ടൂർണമെൻറ്റിൽ ഒരു സോൺ റണ്ണേഴ്സപ്പായി, ഇൻ സോൺ 4th പൊസിഷൻ. ഇറ്റ്സ് സംതിങ് മെമ്മറബിൾ ഫോർ മീ. ആൻഡ് കബഡിയിലായിട്ട് അങ്ങ് പോയി. പിന്നെ ഹിയർ ആൻഡ് ദെയർ കുറേ ഇഞ്ചറീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. മുട്ടിലുള്ള ഇഞ്ചറീസും പിന്നെ സർജറീസ് ഹിയർ ആൻഡ് ദെയർ. പിന്നെ കുറേ കൂട്ടുകാരായിട്ട് കുറേ അടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദ തിങ്.
മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് കുറേ ബന്ധങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് സ്പീക്ക്. ഒരാൾ എഫേർട്ട് എടുക്കുക, ആ എഫേർട്ടിന് നമ്മൾ ഒരിക്കലും പിന്നീട് ഒരു കണക്ക് പറയാത്ത രീതിയിൽ നമ്മൾ ആ എഫേർട്ടിനെ കൊണ്ടുവരിക. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും പറയാതിരിക്കുക, ഒരു എ ആൻഡ് ബി പേഴ്സൺ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ എ പേഴ്സൺ എ ഓർ ബി ഷുഡ് ടേക്ക് എൻ എഫേർട്ട്. പിന്നെ ഒരു സമയം വരുമ്പോൾ അത് എ ഓർ ബി അത് എടുത്തിടാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം. ഇഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇസ് ഗുഡ്, ഇഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇസ് നോട്ട് മെൻറ്റ് ടു ബി ലോസ്റ്റ്, ഇറ്റ് വോണ്ട് ബി ലോസ്റ്റ്. പിന്നെ ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെന്നോ എന്തെങ്കിലും ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഐ ആം സ്റ്റിൽ ടെലിങ് ഐ ഹാവ് ലോസ്റ്റ് മെനി ഫ്രണ്ട്സ്. കോണ്ടാക്ട് ഞാൻ പറയുന്നത് കണ്ടാൽ വീണ്ടും ഓക്കെ ഫൈൻ, ബട്ട് ഐ ഹാവ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് മെനി പീപ്പിൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കോണ്ടാക്റ്റ് ലോസ്റ്റ് ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞാൽ ടച്ചില്ല, സീരിയസ്ലി ടച്ചില്ലാത്തതിൻ്റെ റീസൺ. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഐ സ്റ്റിൽ ടോൾഡ് യു, ടച്ച് വയ്ക്കുക. ഞാൻ നേരത്തെ ഒരു പോഡ്കാസ്റ്റ് ബിസി ആൻഡ് എഫേർട്ട്, കീപ്പ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം വേണം. പിന്നെ ഈ ഒരു എപ്പിസോഡ് ടുവേർഡ്സ് എൻഡ് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ ഏഷ്യ കപ്പ് ഫൈനൽ, ഓക്കെ, ഈ പൊളിറ്റിക്സ് കാര്യങ്ങൾ നമ്മൾ വരാണല്ലോ. ഐ തിങ്ക് യു ഷുഡ് കീപ് സ്പോർട്സ് പൊളിറ്റിക്സ് ഡിഫറെൻറ്റ്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. 21-ാം തീയതി കളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം, 21-ാം തീയതി കളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവമാണ് അത്. ദാറ്റ് പൊളിറ്റിക്സ് ആൻഡ് ക്രിക്കറ്റ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്. പിന്നെ അവർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കാമായിരുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരുന്നു എനിക്ക്. ബിക്കോസ് കാരണം ഇത് ഒരിക്കലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ പാകിസ്ഥാൻ ആർമിയും കൂടി ചേർന്നിട്ടല്ല അവർ അറ്റാക്ക് ചെയ്യണത്. യു ഗൈസ് ക്യാൻ, നമ്മളത് ഓപ്പറേഷൻ സിന്ദൂർ എന്നില്ല അവർക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഓക്കെ, ഇഫ് ഇന്ത്യ അത്ര പാട് വെച്ച് കളിക്കും, എന്തുകൊണ്ട് ഇന്ത്യക്ക് അതിൽ നിന്ന് പിന്മാറിക്കൂടാ? ഇഫ് ഇന്ത്യക്ക് അത്ര സംസാരിക്കാൻ പറ്റൂല, ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പറ്റില്ല, ഓഫ്കോഴ്സ് പാകിസ്ഥാൻ പിന്മാറിയില്ലെങ്കിൽ വൈകാണ്ട് ഇന്ത്യ പിന്മാറിക്കൂടാ എന്നാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ചോദ്യം. 21-ാം തീയതി വരെ ദിസ് ഈസ് ഇമ്പാക്റ്റിംഗ് ദ പ്രവാസീസ് ഹൂ ഈസ് സ്റ്റേയിങ് ഇൻ അറബ് രാജ്യങ്ങൾ. കാരണം യു സീ ദീസ് പീപ്പിൾ ആസ് ഐഡൽസ്. ദെയർ ആർ പീപ്പിൾ ഹു സീ ദീസ് പീപ്പിൾ ആസ് ഐഡൽസ്. ദീസ് ഗൈസ് ആർ സൂപ്പർ സ്റ്റാർസ്. അവർ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും പല ആൾക്കാരും ഇത് എടുക്കുന്നത്. പ്രവാസികൾ, പാകിസ്ഥാനികളും ഇന്ത്യക്കാരും അവിടെ ഇവിടെ നല്ല സുഹൃത്തുക്കളായി നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കംസ് ഹിയർ ആൻഡ് ദെയർ എവറി ഇയർ. അത് അപ്പം തീരും. ബട്ട് ദിസ് ഇസ് സംതിങ് സീരിയസ്. ഇതിന് ശേഷം ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് ലെറ്റ് മീ ടെൽ, ഇത് ചിലപ്പോൾ ഇന്ത്യ തുടങ്ങി വെച്ചുകൊണ്ടായിരിക്കാം. ബട്ട് 21st വരെ എൻ്റെ മനസ്സിലതായിരുന്നു. ദെൻ ഹാരിസ് റൌഫ് ആൻഡ് പാകിസ്ഥാൻ ബോളർ ആരും മറ്റേ ഫ്ലൈറ്റ് താഴെ വീഴണ സംഭവം മനസ്സിലപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഇന്ത്യൻ ഉണർന്നു. മനസ്സിലായി, എൻ്റെ മനസ്സിലൊരു ഒരു ഇന്ത്യക്കാരൻ ഉണർന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഐ എം ഹാപ്പി ദാറ്റ് ദേ ഡിഡ്ന്റ് സ്പീക്ക്. ബട്ട് അതിന് മുമ്പ് ഹാരിസ് റൌഫ് ഇത് കാണിക്കുന്ന മുമ്പ് അതുണ്ടായിരുന്നെങ്കിൽ, ഇത് കാണിക്കുന്ന മുമ്പായിരുന്നെങ്കിൽ ഐ വുഡ് സേ ഇന്ത്യ ഷുഡ് ഹാവ് സ്പോക്കൺ. പ്ലെയേഴ്സ് അതൊക്കെ മാറ്റി വെച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ളായിരുന്നു. ബിക്കോസ് അശ്വിൻ ഈസ് പ്ലേയിങ് ബിഗ് ബാഷ് ലീഗിൽ പാകിസ്ഥാനീസ് ഉണ്ട്. സുരേഷ് റൈന ഈസ് പ്ലേയിങ് ദാറ്റ് കാനഡ ലീഗ്, അതിലും പാകിസ്ഥാനീസ് ഉണ്ട്. സോ വാട്ട്, ടീംമേറ്റ്സ് ആർ നോട്ട് ഗോണ സ്പീക്ക് ടു ഈച്ച് അതർ? നോ, അങ്ങനെ നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. സോ ഹാരിസ് റൌഫ് ചെയ്യുന്ന ശേഷം എൻ്റെ മനസ്സിലുള്ള ഇന്ത്യക്കാരുണ്ടെന്നും അത് സംസാരിക്കേണ്ടായിരുന്നെന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്, ഓക്കെ. ഇനി കിടുക്കാച്ച എപ്പിസോഡ് ഇസ് ഓൺ ദ വേ. പിന്നെ പൊളിറ്റിക്കലി അവിടെ ഇവിടെ ആയിട്ട് കടിയൊക്കെ നടക്കുന്നു. കുറേ പൊളിറ്റിക്കലായിട്ടുള്ള വിശേഷങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ പൊളിറ്റിക്കലായിട്ടുള്ള വിശേഷങ്ങൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ ബിഗ് ബോസ് ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. 56-57 ദിവസങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ ദാറ്റ് ഷോ ഈസ് റണ്ണിങ്. അപ്പോൾ ഞാൻ ബിഗ് ബോസിനെ കുറിച്ചൊരു എപ്പിസോഡ് ഞാൻ 2-3 എപ്പിസോഡ് ഇതിൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ ഡിലീറ്റ് ആയി. ബിക്കോസ് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എപ്പിസോഡ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ എം എൻഡിങ് ദിസ് എപ്പിസോഡ് റൈറ്റ് ഹിയർ. സോ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ഐ ഹോപ്പ് you guys give the support as from the start, okay? So thank you for tuning in and you are listening to Vision Stuff with Vinas right here. And make sure to follow, like and make sure to comment. എൻ്റെ DMസിൽ വരിക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. And you guys can tell me how do you feel about today's episode. And thank you for tuning in. This is Vinas signing out.